നിരപ്പലകയിട്ട കടകൾ മൺമറയുകയാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കടകൾ കാണാൻ കഴിയുന്നത്. നിലവിലുള്ളവ കാലപ്പഴക്കത്താൽ നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരപ്പലകകൾ. പഴയങ്ങാടികളിൽ നിലപ്പലകളിട്ട കടകൾ ധാരാളമുണ്ടായിരുന്നു. കച്ചവട സ്ഥാപനങ്ങൾക്കും നികുതി ഓഫീസ്, വെള്ളക്കാരന്റെ ബംഗ്ലാവ്, ജ്വല്ലറികൾ, പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ്, ആശുപത്രി എന്നിങ്ങനെ എല്ലാ സ്ഥാപനങ്ങൾക്കും നിരപ്പലകളായിരുന്നു വാതിലുകൾ. കാലം പുരോഗമിക്കും തോറും ഇവയെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച ഗുണനിലവാരമുള്ള തടികൾ കിട്ടാത്തതും നിരപ്പലകൾ അപ്രത്യക്ഷമാകുന്നതിന് കാരണമാകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന വാതിലുകൾ വായു മലിനീകരണത്തിനും മറ്റും കാരണമാകുമ്പോൾ നിരപ്പലകകൾ പരിസ്ഥിതിയുമായി ഇഴുകിച്ചേരുന്ന ഒന്നായിരുന്നു. പ്ലാവ്, വേങ്ങ, ആഞ്ഞിലി എന്നീ മരങ്ങളായിരുന്നു പ്രധാനമായും നിരപ്പലകകളായി ഉപയോഗിച്ചിരുന്നത്. 1.25 ഇഞ്ച് കനവും ഒരടി വീതിയുമുള്ള ഓരോ പലകകളും നിരനിരയായി അടുക്കി വയ്ക്കുന്നത് കട ഉടമകളുടെ ദിനചര്യകളിൽ ഒന്നായിരുന്നു. പലകകൾ നിരയായി അടുക്കി വെച്ചതിനു ശേഷം നിരക്കമ്പിയിട്ട് പൂട്ടുകയാണ് ചെയ്തിരുന്നത്. മറ്റ് പൂട്ടുകളെക്കാൾ ബലം നൽകുന്ന വാതിലുകളായിരുന്നു. അകത്തും പുറത്തും പൂട്ടാമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നിരപ്പലകയിട്ട കടകൾക്ക് ഭീഷണിയുള്ളത് തീപിടുത്തം മാത്രമാണ്. എന്നാൽ തടികളുടെ വില വർദ്ധിച്ചതും ആധുനിക സംവിധാനങ്ങൾ നിലവിൽ വന്നതും നിരപ്പലകകൾ ഇല്ലാതാകാൻ കാരണമായതിന് പിന്നിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.